ഇന്ന് കെട്ടും പാട്ടോ എടുത്ത് കോഴിക്കോടിന് വണ്ടി വിടുവാണ്. അങ്ങനെ കൊല്ലത്തുനിന്ന് ട്രെയിനിൽ കയറി. പക്ഷെ പാലത്തിന്റെ മുകളിലെത്തുമ്പോൾ എനിക്ക് വെള്ളത്തിലെങ്ങാനും ട്രെയിൻ വീണു പോകുന്നു ഭയങ്കര പേടിയാണ് കേട്ടോ. എറണാകുളം എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് എന്റെ വള്ളികളെല്ലാം കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കോഴിക്കോട് ഇറങ്ങി. കോഴിക്കോട് നിന്ന് ഓടി ഞങ്ങൾ വടകര ട്രെയിൻ കയറി. 12 മണിയായപ്പോഴത്തേന് വടകര എത്തി. അവിടുന്ന് ആഹാരവും കഴിച്ചു ഹോട്ടലിൽ ചെന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഉറക്കത്തിൽ നിന്ന് ഞാൻ പൊക്കി എഴുന്നേപ്പിച്ചു. കാരണം ഇനിയും കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തില്ല. നമ്മളായിരുന്നു കേട്ടോ അവസാനത്തെ കസ്റ്റമേഴ്സ്. തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഹോട്ടലിൽ എത്തിയിട്ട് നമ്മൾ ഡ്രസ്സ് ഇതാണോ ഇടുന്നത് പെട്ടിയിലിരുന്ന് ചെറുതായിട്ട് ചുരുങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് താഴെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് അൻവറിന് മാല ഇട്ട് കുങ്കുമം തൊട്ട് കൊടുത്തപ്പോൾ അവൻ കാലൊക്കെ തൊട്ട് തൊഴുതി. ആ മാല തിരിച്ച് രവീനയുടെ കഴുത്തിൽ ഞാനാട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഫോട്ടോ എടുപ്പൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾക്ക് ഓട്ടോയാണ് കേട്ടോ കിട്ടിയത്. ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ മൂടിപ്പോച്ചിരുന്നു. കാരണം ഒട്ടുക്കത്ത വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ 15-20 മിനിറ്റ് കൊണ്ട് നമ്മൾ രേഷ്മയുടെ വീട്ടിലെത്തി. അകത്ത് കയറി കഴിഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ വാവയ്ക്ക് നമ്മൾ എല്ലാവരും വളയാട്ടോ ഇട്ട് കൊടുത്തത്. ശേഷം വട്ടമേശ സമ്മേളനമായിരുന്നു. കാർവർണ്ണനെ പോലെ ഇരിക്കുന്നുണ്ടോ അല്ലേലും ഇവൻ ഇങ്ങനെയാ. ഇപ്പൊ കണ്ടോണേ ചാടിത്തുള്ളി നടക്കുന്നേ. ഇനി അമ്പാടിക്കണ്ണനാണ്. അങ്ങനെ ഈ സമയത്താണ് നമ്മൾ ഇവിടെ നിന്ന് റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്തത്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവർക്കും വയറ്റിൽ നിന്ന് ഉൾവിളി വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും നല്ലൊരു സദ്യ പായസം കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ വീണ്ടും ഒരു ഓട്ടം വരുന്നു നമ്മുടെ വന്ദേ ഭാരത് പിടിക്കാൻ വേണ്ടിയിട്ട്. ഓടി നമ്മൾ തിരിച്ച് രവീനയുടെ വീട്ടിലോട്ടാണ് ചെന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു.